ശരി, ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ ഒന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. സമയം ഒരുപാടായി. നാളെ ഓഫീസിൽ പോണ്ടല്ലേ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, Is there everything okay with the mail? Madam. Okay, check it once more. Excuse me, madam. Hello, Mr. Krishnamurthy. Hello, madam. ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതിനും വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിനും ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാ ഓഫീസിൽ തന്നെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇറ്റ്സ് ഓക്കെ മാഡം. ഗ്രീൻ മാർട്ട് ഷൂട്ട് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്റ്റിൽസ് എടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു പോർഷൻ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാ ആനന്ദിനോട് പറഞ്ഞാൽ മതി. ആനന്ദ്, ഇവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഓക്കെ മാഡം. പിന്നെ ഞങ്ങൾക്ക് ആ മോഡലിനെ ഒന്ന് കാണണമായിരുന്നു. ഓ, നിങ്ങൾ ശ്രീലക്ഷ്മി മാഡത്തെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? വെയിറ്റ്, ഞാനിപ്പോ വിളിച്ചോണ്ടുവരാം. ഗ്രീൻ മേറ്റിൽ ആ ലൈറ്റ് മതിയല്ലോ, എല്ലാം കറക്റ്റ്. അത് മതി. രവിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ശ്രീലക്ഷ്മി. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെ ഇപ്പോഴേ മനസ്സിലാക്കി അതിനെതിരെ പോരാടി വിജയത്തിലെത്തണം. രാജനന്ദനയ്ക്ക് സംഭവിച്ചതും എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളോ? അതെന്താ? ഇപ്പൊ ശ്രീലക്ഷ്മിക്കുണ്ടായ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഡയറി. ഈ ഡയറി വായിച്ചു കഴിയുമ്പോൾ മനസ്സിലുള്ള അവ്യക്തതകൾ എല്ലാം വ്യക്തമായി നിന്റെ മുന്നിൽ തെളിയും. എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടവരെ നിന്നിലൂടെ വേണം കണ്ടെത്താൻ. എന്നിട്ട് അവരുടെ മുഖം മൂടി വലിച്ചു കീറി പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യണം. എന്റെ ബന്ധുക്കളോട്, എന്നെ അറിയാവുന്നവരോട്, അതിനെല്ലാം അപ്പുറം എന്റെ രവിയോട് സംഭവിച്ച സത്യാവസ്ഥകളെല്ലാം എന്നെ പ്രതിനിധീകരിച്ച് നീ പറയണം. പക്ഷെ അതിലേക്കുള്ള അന്വേഷണങ്ങൾക്കിടയിൽ എന്നെപ്പോലെ നീയും കൊല ചെയ്യപ്പെട്ടേക്കാം. എന്നെ ഇല്ലായ്മ ചെയ്തവർ നിന്റെ പിന്നാലെയും ഉണ്ട് ശ്രീലക്ഷ്മി. വിറക് കൊള്ളിയെ തീ വിഴുങ്ങുന്ന ആവേശത്തിൽ അവര് നിന്നെയും കൊല ചെയ്യും. നിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നിനക്ക് പോലും നിന്റെ ആത്മാവിന് പോലും അറിയാത്ത വിധത്തിലായിരിക്കും അത് സംഭവിക്കുന്നത്. എന്നെ കൊല്ലാനോ? അതാരേ അവര്? അവർക്കെന്താ അതുകൊണ്ടുള്ള നേട്ടം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നെ ഇല്ലാതാക്കിയവർ അവരാരാണെന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നുമുള്ള എല്ലാ ചോദ്യങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുന്നു. അതറിയാൻ
അതിനുവേണ്ടി അന്വേഷിക്കാൻ ശ്രീലക്ഷ്മി ആദ്യം ചെയ്യേണ്ടത് ഹലോ ശ്യാം. യാ but I'm little busy now. If you don't mind, I'll call you later. Okay? Thank you, Shyam. Sorry, ma'am. മാഡം ഫോട്ടോഷൂട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം റെഡിയാണ്. മാഡം വന്ന് മേക്കപ്പ് ചെയ്ത് ഡ്രസ് ചേഞ്ച് ചെയ്ത ലെറ്റ് സ്റ്റാർട്ട് ദ ഷൂട്ട്. ഓക്കെ, ഞാൻ വരാം. പ്ലീസ്. ഇരിക്കും മാഡം, ഇരിക്കും. മാം, ഞാൻ അപ്പുറത്ത് പോയി ഷൂട്ടിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. രേഖ മാഡം, നോക്കിയേ, നന്നായിട്ടില്ലേ? വാ, നമുക്ക് പോവാം. സിബി, ആ ലൈറ്റ് ഒന്ന് റെഡിയാക്കാം. മാഡം എവിടെ നിന്നാ മതി, ഞാൻ എൻ്റെ മൊബൈലിൽ പോസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ.
അങ്ങനെ തന്നെ നിന്നാ മതി. സാറൊന്ന് മാറിയിക്കണേ. ഓക്കെ. Please be seated. Well, അപ്പോ രാജനന്ദിനി ഒഫീഷ്യൽ സാരി ഷോറൂമിന്റെ ഫോട്ടോഷൂട്ട് വളരെ ഭംഗിയായി പൂർത്തിയായി. സ്പെഷ്യൽ താങ്ക്സ് ടു അവർ അഡ്വർടൈസ്മെന്റ് ടീം. അതുപോലെ തന്നെ ഇത് മുൻകൈ എടുത്ത് നടത്തിയ സാൻഡ്ര മാഡത്തിനും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. നിങ്ങളുടെ സജഷൻസ് വളരെ ശരിയായിരുന്നു. ശ്രീലക്ഷ്മി വാസ് പ്രിറ്റി ഗോർജിയസ് ഇൻ രാജനന്ദിനി ട്രഡീഷണൽ സാരീസ്. നിങ്ങളെല്ലാവരും ഈ ഫോട്ടോഷൂട്ടിന്റെ ഒരു ഔട്ട്ലുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്, എസ്പെഷ്യലി ഷൂട്ടിംഗ് കാണാത്തവർ. ഓക്കെ. കൺഗ്രാറ്റ്സ് ശ്രീലക്ഷ്മി. എന്താ ശ്രീലക്ഷ്മി, ആ ഫോട്ടോയിലുള്ളത് താൻ തന്നെയാണോ എന്ന് ആലോചിക്കുകയാണോ? അതെ സർ. താൻ മാത്രമല്ല, ഫോട്ടോ കണ്ടപ്പോ ശരിക്കും ഞാനും ഞെട്ടി. അതെന്താ സർ? ശ്രീലക്ഷ്മി ആ ഫോട്ടോയിൽ ഭയങ്കര സുന്ദരിയായിരിക്കും. അത് മാത്രമല്ല, രാജനന്ദിനി സാരീസിൽ താൻ ശരിക്കും പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ. സത്യമാണ് സർ. പക്ഷെ എന്നെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നത്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അതങ്ങനെയാണ് ശ്രീലക്ഷ്മി. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും ചില കാര്യങ്ങൾ. എന്നാലും താൻ ഹാപ്പി അല്ലേ? യെസ് സർ. എനിക്കതറിഞ്ഞാൽ മതി. സർ, സാറിന് ഇഷ്ടായോ? I am always happy about my better half. Because താൻ എന്ത് ചെയ്താലും അത് വളരെ നല്ലതായിരിക്കും.
ഞാനിവിടെ വച്ചിട്ട് പോയ ഫയലും ഡയറിയും കാണുന്നില്ലല്ലോ. ഇതെന്ത് സംഭവിച്ചു? നജീബിനൊന്ന് വിളിക്കാം. ആ നജീബിക്കോട് ക്യാബിനിലേക്കൊന്ന് വരാൻ പറയൂ. മാഡം മാഡം എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ വെച്ചിരുന്ന ഫയല് നജീബൊക്കെ കണ്ടായിരുന്നോ? അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ഫയലാണെന്ന് മാഡം ഇന്നലെ പറഞ്ഞതുകൊണ്ട് അതൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി മാഡം. ഷോ, ഇന്നലെ എടുത്തോണ്ട് പോകുമ്പോ ഒന്നുകൂടി കൺഫേം ചെയ്യണ്ടേ നജീബിക്ക? എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. സോറി മാഡം. ഓക്കെ ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് കൂടി അതിൽ ആഡ് ചെയ്യണമായിരുന്നു. വേഗം ആ ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ശരി മാഡം. ഈശ്വര, ആ ഡയറിയിൽ ഇനി എന്തായിരിക്കും? ആരായിരിക്കും രാജതന്ത്രി മടത്തെ കൊന്നത്? എല്ലാം അറിയണമെങ്കിൽ ആ ഡയറി കിട്ടണം. എല്ലാം രവി സാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര, ആപത്തൊന്നും സംഭവിക്കല്ലേ. സാന്ദ്ര മാഡം ഇരിക്കണം. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ഫോട്ടോഷൂട്ട് ഗംഭീരമായി. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സാന്ദ്ര മാഡം എന്തെങ്കിലും ഒരു കാര്യം ഏറ്റാൽ 100% പെർഫെക്ഷൻ ഗ്യാരണ്ടി അല്ലേ? മതി രാജാറാം സർ, എന്നെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അതെന്തെങ്കിലും ആവട്ടെ. മാഡത്തിന്റെ ഈ ക്യാബിനിലേക്ക് ഇപ്പോൾ ഉള്ള വിസിറ്റ് എന്തായാലും ഒഫീഷ്യലി അല്ല. മാഡത്തിന് എന്നോട് എന്തോ പറയാനുണ്ട്. ആം ഐ റൈറ്റ്? റൈറ്റ് രാജാറാം സർ. ഇന്ന് നമ്മുടെ ഈ ഓഫീസിൽ വിചിത്രമായ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നു. സാർ അറിഞ്ഞായിരുന്നോ? വിചിത്രമായ അപ്പോയിന്റ്മെന്റോ? യെസ്. വർമ്മൻ കമ്പനി എന്ന ഈ മൾട്ടിനാഷണൽ കമ്പനി ഒരു അന്ധന് ജോലി കൊടുത്തിരിക്കുന്നു. ഓ, ഇവിടെ എന്നല്ല, ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമെന്നാ പല സ്റ്റാഫുകളുടെയും സംശയം. അതില് മാഡം പറയുന്നത്ര വിചിത്രമായ സംഭവങ്ങളൊന്നുമില്ല. രവി സാറിന്റെ സഹായിക്കാനുള്ള മനസ്സ്, അത്രേ ഉള്ളൂ. സഹായിക്കാനുള്ള മനസ്സോ അതോ പ്രായച്ചിത്തം ചെയ്യാനുള്ള മനസ്സോ? കൃഷ്ണയ്ക്കും ദീപുവിനും ജോലി കൊടുത്തത് സർ നേരത്തെ പറഞ്ഞ നല്ല മനസ്സ്. പക്ഷേ ത്രിവിക്രമന്റെ കാര്യത്തില് സംഗതി അതല്ലല്ലോ. സാന്ദ്ര മാഡം എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് രാജാറാം സാറിന് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരിക്കലും തീരുമാനം ഉണ്ടാവാത്തൊരു കാര്യത്തില് വാദപ്രതിവാദം നടത്തുന്നത് മണ്ടത്തരമാണ്. എന്തായാലും ഫോട്ടോഷൂട്ടിന്റെ തിരക്കൊക്കെ ആയത് കാരണം ത്രിവിക്രമന് നല്ലൊരു വെൽക്കം കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാളെ ഏത് വേക്കൻസിയിലേക്കാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ടും എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞു വീഴണ്ടെന്ന് കരുതിയും തൽക്കാലം ഞാൻ റിസപ്ഷനിൽ ഇരുത്തിയിട്ടുണ്ട്. അതെ, രവി സാറിനോട് ചോദിച്ച് വേണ്ടത് ചെയ്യാം. ഫ്രണ്ട് ഓഫീസിലോ ലിഫ്റ്റിലോ എവിടെയെങ്കിലും. ആ ബെസ്റ്റ്. ഓഫീസിൽ വരുമ്പോ തന്നെ ആദ്യം കണി കാണുന്നത് ഒരു അന്ധനെ. ഒരാളുടെ അസുഖത്തെയും സിറ്റുവേഷനെയും മാനിക്കാതെ സംസാരിക്കുന്നതല്ല ഞാൻ. പേഴ്സണലി എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഒഫീഷ്യലായി സാങ്കേതിക തടസ്സങ്ങള് ഞാൻ സാറിനെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ രവി സാറുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്തോളാം. അയാളെ ഈ അവസ്ഥയിലാക്കിയത് ആരായാലും തലവേദന എനിക്കാണല്ലോ. ബൈ രാജാറാം സർ.
ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഫയലും കൂടി വെച്ചിരുന്നല്ലോ, അതെവിടെ? ഇല്ല മാഡം, ഞാൻ തുറന്നു പോലും നോക്കിയില്ല. ഇതിനകത്ത് വേറെ ഫയലൊന്നും ഇല്ലായിരുന്നു. ആര് പറഞ്ഞു ഇല്ലായിരുന്നു? ഞാൻ ഇതിനകത്ത് വെച്ചതല്ലേ. മാഡം, ഞാൻ ഈ ഫയൽ വെച്ചെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ ആരും എടുത്തതായി തോന്നുന്നില്ല. പിന്നെ ആ ഡയറി എവിടെ പോയി?